വയനാട്ടിൽ സ്ഥിരമായിട്ട് ദുരന്തം ഉണ്ടാകുന്ന ഒരു ജില്ലയായിട്ട് വയനാട് മാറി. അപ്പം നമുക്ക് കാണാം, ഓരോ വർഷം കഴിയും തോറും ഓരോ മഴക്കാലം ഉണ്ടാകുമ്പോഴും മഴക്കെടുതികൾ ഉണ്ടാകുമ്പോഴും ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടലുകൾ ധാരാളം, അതിൻ്റെ പ്രഭവസ്ഥാനം പലപ്പോഴും അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ദുർബലമായ, അതായത് ഫ്രജൈൽ എന്ന് നമുക്ക് പറയാവുന്ന ഒരു രീതിയിലുള്ള ഒരു ഭാഗമാണ് ഈ വയനാടെന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിലൊരു തുരങ്കപ്പാത, അതായത് ഡബിൾ തുരങ്കപ്പാതയാണ് ഉണ്ടാകുന്നത്. ആ തുരങ്കപ്പാത ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ സഞ്ചാരികൾക്ക് സഞ്ചാരത്തിനും ആവശ്യമാണ്. ഏതാണ്ട് 8 കിലോമീറ്റർ നീളം വരുന്ന ഒരു തുരങ്കപ്പാതയാണ് ഉള്ളത്. അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തിരുന്നത് യഥാർത്ഥത്തിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അവർക്കാണ് കൊടുത്തിരുന്നത്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത് തുരന്നുണ്ടാകുമ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക പഠനം നടത്തി, പാരിസ്ഥിതിക ആഘാതം പഠനം വളരെ നന്നായിട്ട് നടത്തണം. അത് നന്നായിട്ട് നടത്തി ആ എക്സ്പേർട്സിൻ്റെയൊക്കെ റിപ്പോർട്ടൊക്കെ വാങ്ങിക്കൊണ്ട് മാത്രമേ ഇതിന് അനുവാദം കൊടുക്കാൻ പാടുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റാണ് അനുവാദം കൊടുക്കേണ്ടത്, സെൻട്രൽ സബ്ജക്റ്റായിട്ട് മാറും അത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഇതിന് അനുവാദം കിട്ടി. ഇപ്പോൾ അതിനെ ഓരോ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതിനെ വിമർശിക്കുന്നതെന്ന് പറയുന്നത്, ശരിയായ രീതിയിലുള്ള പല കാര്യങ്ങളും മറച്ചു വെച്ചതിന് ശേഷമാണ് ഈ അനുവാദം വാങ്ങിയെടുത്തതെന്ന് പറയുന്നു. അതുണ്ടെങ്കിൽ ഇപ്പോൾ അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇനി ഇത് വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകരുത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഈ ഒരു സംരംഭം അത് തുടങ്ങി, അതൊരു കുറേ ഭാഗം തുരന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, തുരങ്ക നിർമ്മാണം നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ വന്നു. പക്ഷേ അതിൻ്റെ മണ്ണൊക്കെ കൂട്ടിയിടുന്നതും ഒക്കെ ഒട്ടും ആശാസ്യമായ കാര്യമല്ല. കാരണം അവിടെ എപ്പോഴും ഈ മുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ മണ്ണ് മാത്രം കൊണ്ടല്ല ഇത് വന്നേക്കുന്നത്. ഈ മണ്ണ് ഇതിൻ്റെ മുകളിലുള്ള ആ മലയുടെ ഒരു ഭാഗം ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതായത് ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. ആ ഇടിഞ്ഞു താഴ്ന്നത് വന്നപ്പോൾ അതിൻ്റെ കൂടെ വെള്ളവും അതും എല്ലാം കൂടെ ഒലിച്ചു വരുമ്പോൾ ഈ കൂട്ടിയിട്ടിരുന്ന മണ്ണ് അഡീഷണലായിട്ട് ഇതിന് വലിയ ആഘാതം ഉണ്ടാക്കാനുള്ള ഇടയുണ്ടാക്കി. ഈ മണ്ണെല്ലാം കുടിഞ്ഞ് ഒലിക്കല്ലേ, അത് മുഴുവനായിട്ട് പോയിട്ടില്ല. ഒരു ഭാഗത്തെ മണ്ണ് മാത്രമേ, ഇത് വന്ന ഭാഗത്ത് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതവർ പറയുന്നത്, അതിൻ്റെ ഈ ടെക്നിക്കൽ എക്സ്പേർട്സ്, ഇവരുടെ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ അവർ പറയുന്നത്, ഇതിൻ്റെ അടുത്തല്ല ഉള്ളത്, 12 മീറ്റർ മാറിയാന്ന്. ഈ 12 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ അകലം ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പണി നടക്കുന്ന ഭാഗവും അവിടുന്ന് 12 മീറ്റർ എന്ന് പറയുമ്പോൾ എന്തുമാത്രം അകലമാണ് ഉള്ളതെന്ന് നമുക്കൊരു ഊഹമുണ്ട്. 12 മീറ്റർ ഒന്ന് നമ്മളൊന്ന് കണക്കാക്കിയാൽ മതി. അതായത് നമുക്ക് 12 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 40 അടി, 45 അടിക്ക് അകത്തും 45 അടി ഓളം ദൂരമേ ഉള്ളൂ. ആ ഭാഗത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അവിടുന്ന് പൊട്ടിയതാണ്. യഥാർത്ഥത്തിൽ അത് ഉരുൾപൊട്ടൽ തന്നെയാണ്. അവിടെ മലയിടിച്ചിൽ എന്ന് പറഞ്ഞാൽ വെള്ളം തിങ്ങി വന്ന് മലയിടിഞ്ഞതാണ്. ഇനി എന്താ സംഭവം എന്നറിയും, ഈ തുരങ്ക നിർമ്മാണത്തിനകത്ത് അതിന് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരുപാട് പാറകളുണ്ട്, പാറകൾ തുരക്കണം. പലപ്പോഴും ഈ പാറ തുരക്കുന്നതിന് നല്ല ഡ്രില്ല് വെച്ച് തുരന്ന് ഒട്ടും ആഘാതം ഉണ്ടാവാത്ത, അതായത് അവിടെ മറ്റ് ഭാഗങ്ങളിലെങ്ങും കുലുക്കമൊന്നും പ്രകമ്പനങ്ങളൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ വേണം. പ്രകമ്പനങ്ങൾ ഉണ്ടായാൽ എന്താണെന്നറിയോ, ഈ പാറകൾ ഉള്ള ആ ഭാഗത്തെല്ലാം അതിൻ്റെ വിള്ളലുകൾ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിലേക്ക് മണ്ണിറങ്ങുക എന്ന് പറഞ്ഞാൽ വെള്ളം മണ്ണും കൂടെ ഒലിച്ചിറങ്ങും. അവിടെ തിങ്ങിയിട്ട് വലിയ അപകടങ്ങളുണ്ടാവും, വലിയ ഉരുൾപൊട്ടലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ വളരെ പ്രകമ്പനങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം ഈ പാറ തുരന്നെടുക്കാൻ. അതൊരു വലിയ പണിയാണ്. അങ്ങനെ വിദേശ രാജ്യങ്ങളെല്ലാം അത് ചെയ്യാറുണ്ട്. ഇതിവിടെ മാത്രമൊന്നുമല്ല. അപ്പം നമ്മൾ നോർവേയിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതേ കാണാനുള്ളൂ. തുരങ്കങ്ങളുടെ സ്ഥലമാണ് നോർവേ. ആ രാജ്യത്ത് എത്രത്തോളം തുരങ്കങ്ങളുണ്ടെന്ന് നമ്മൾ കാണണം. ആ രീതിയിലുണ്ട്. അപ്പോൾ ഈ തുരങ്കങ്ങൾ, അതുപോലെ ചൈനയിൽ എത്രയോ തുരങ്കപ്പാതകളുണ്ടെന്നറിയോ, ഒരുപാട്. അവരാണെങ്കിൽ ഈ റിസ്ക് ഇതുപോലെ എടുത്തിട്ട് ആകാശപാത ഉണ്ടാക്കുന്നതും തുരങ്കപ്പാത ഉണ്ടാക്കുന്നതിലും ഒക്കെ വളരെ എക്സ്പേർട്സാണ്. അവർക്കത് വലിയൊരു ഹരമാണ്. ആ രീതിയിലാണ് ചെയ്തു വെക്കുന്നത് ഓരോ കാര്യങ്ങൾ.
അതിശയമാണ്. അത് അവർ ചെയ്തു വെക്കും. എന്ന് പറഞ്ഞ പോലെ ഈ തുരങ്കം ഉണ്ടാക്കാം, വേണ്ടെന്ന് പറയുന്നില്ല. കാരണം ഇതിപ്പോൾ ആ ചുരം കയറി പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറൊക്കെ വേണം മുകളിൽ എത്താൻ. നേരെ മറിച്ച് ഈ 8 കിലോമീറ്റർ ഉള്ള ദൂരമുള്ള ഈ തുരങ്കപ്പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ചെല്ലാനാണെന്നൊക്കെ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ 15 മിനിറ്റ് മതി. 15 മിനിറ്റ് പോലും വേണ്ട, ഒരു 8 മിനിറ്റ് മതി. അതൊക്കെ 60 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ 8 മിനിറ്റ് മതി അവിടെ ചെല്ലാൻ. അപ്പോൾ ഇത് വലിയ സമയലാഭം, ഇന്ധന ലാഭം, ഇത് എല്ലാം കൊണ്ടും സൗകര്യം. ആ സൗകര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്, വേണ്ടെന്ന് പറയാൻ ഒക്കുന്നില്ല. ഇതിപ്പോൾ ഇതിങ്ങനെ ഇടിഞ്ഞത് കൊണ്ട് മാത്രം ഈ പണി വേണ്ടെന്ന് വെക്കരുത് ഒരിക്കലും. അത് ശരിയല്ല. അത് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അതല്ലാതെ തന്നെ ഈ റോഡ് വികസിപ്പിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ, റോഡിൻ്റെ എന്തായാലും ഒരു വശം ഒക്കെയാണ്, വികസിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ എതിർവശ ഭാഗം വികസിപ്പിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഒരു 4 വരിപ്പാതയോ 6 വരിപ്പാതയോ ഉണ്ടാക്കുന്നതായിരുന്നു വളരെ നല്ലത്. കാരണം അത് ഇതേപോലുള്ള റിസ്ക് ഇല്ല, ഈ തുരങ്കം ഇടിയുന്ന പ്രശ്നം വരുന്നില്ല. ഈ നിർമ്മാണം ഓരോ ഭാഗവും ചെയ്യേണ്ടതെന്നറിയാം. നിർമ്മിച്ച് പോകുമ്പോൾ ആ ഭാഗമെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണം. തുരന്നു കഴിഞ്ഞാൽ തന്നെയും വീണ്ടും ആ ഭാഗം വളരെയധികം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണം. 2 സൈഡും അതുപോലെ തന്നെ അതിൻ്റെ റൂഫും ആ ബലപ്പെടുത്തിക്കൊണ്ടേ പോകാവൂ ഓരോ ഭാഗവും. പിന്നെ അതേപോലെ തന്നെ ഈ പാറ പൊട്ടിക്കുന്നത്, പാറ തുരക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നറിയാം ഇവർക്ക്. പാറ കുറേ ഭാഗമൊക്കെ തുരന്നൊക്കെ വെക്കും. എന്നിട്ട് ബാക്കി ഭാഗത്ത് മിക്കവാറും ചെയ്യുന്നത് പലപ്പോഴും ജാക്ക് ഹാമർ കൊണ്ട് ദ്വാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പാറ അവിടെ പൊട്ടിക്കും. പാറ പൊട്ടിക്കാനിടയായാൽ വല്ലാത്ത പ്രകമ്പനം ഉണ്ടാവും. പ്രകമ്പനം ഉണ്ടായാൽ അത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ ആ ഭാഗങ്ങളെ മുഴുവനായിട്ട് ബാധിക്കും. അത് വലിയ ലാൻഡ് സ്ലൈഡിനും അതുപോലെ അതിന് ഇടയാക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. അതൊരിക്കലും സംഭവിക്കരുത്. ആ രീതിയിൽ വേണം, ആ സൂക്ഷ്മതയോടുകൂടി വേണം. പിന്നെ ഇതിൻ്റെ ഈ പാരിസ്ഥിതിക ആഘാതം അതിൻ്റെ പഠനം നടത്തിയിട്ടുണ്ടോ, അതില്ലാതെ കളിപ്പിച്ചത് വാങ്ങിയെടുത്താണോ എന്നുള്ളതിനെക്കുറിച്ച് ആക്ഷേപം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് പഠനം നടത്തി ഈ അതിൻ്റെ പെർമിഷൻ വാങ്ങിച്ചതായാലും ശരി, ബാക്കിയുള്ള ഭാഗം കൂടെ അത് ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ വളരെ എക്സ്പേർട്സിനെ ഉപയോഗിച്ച് അത് പഠിച്ച് അത് ചെയ്യണം. അതാ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന കോൺട്രാക്ടേഴ്സിനെ മാത്രം അത് വിട്ടുകൊടുക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് അതിൽ ശ്രദ്ധ ചെലുത്തി നോക്കണം. അതായത് അതിന് വേണ്ട എക്സ്പേർട്സിനെ സമീപിച്ച് ഇത് ഇനി ബാക്കി വലിയ കുഴപ്പമില്ലാതെ പണിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് അത് ചെയ്യണം. ഇതുവരെ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഇതുവരെ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ന് മാത്രം 4 മൃതദേഹങ്ങളാണ് കണ്ടുകിട്ടിയത്. നേരത്തെ 3. ഇനി ഒരാളെ കാണാനുണ്ടെന്ന് പറയപ്പെടുന്നു. അയാളുടെ മൃതദേഹത്തിനായിട്ടുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഏതായാലും ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് വളരെ വലുതാണ്, നഷ്ടങ്ങൾ തന്നെ വളരെ വലുതാണ്. പക്ഷേ ആ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇത് ഒരു മാൻമെയ്ഡ് കലാമിറ്റി മാത്രമല്ല, പ്രകൃതിയുടെ വിളയാട്ടം കൂടുണ്ട്. പക്ഷെ അത് ഈ തുരങ്ക നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതുമല്ല. അതിനെക്കുറിച്ച് പഠിക്കണം. പഠിച്ചതിന് ശേഷം വേണ്ട നടപടികൾ എടുക്കണം.